nothing. Just a few fish and some bread. Bring them. മലങ്കര കാത്തലിക് ടി.വിയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹോഷ്ഫലമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ മിഷൻ രൂപതകളിലൊന്നായ ഗുഡ്ഗാവ് ഡൽഹി രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയാണ്. അഭിമന്യ പിതാവിന് ഹൃദ്യമായ സ്വാഗതം. ഗുഡ്ഗാവ് രൂപതയുടെ ആസ്ഥാനമായ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഒരു പതിറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിലൂടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവസ്നേഹം രൂപതയുടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചായിരുന്നു അഭിമന്യ പിതാവ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ച് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ എപ്പിസോഡ്. COVID-19 എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സമാനതകളില്ലാത്ത സേവനമാണ് ഗുഡ്ഗാവ് രൂപതയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പിതാവിനൊന്ന് പങ്കുവെക്കാമോ? COVID-19 പ്രതിസന്ധി എന്ന് പറഞ്ഞത് ലോകത്തിൽ ആരും തന്നെ പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ദൈവികമായ ചൈതന്യത്തിൽ നമ്മളതിനെ കാണാൻ ശ്രമിച്ചു എന്നല്ലാതെ എന്തെങ്കിലും സമാനതയില്ലാത്ത കാര്യമായി ഞാനതിനെ കാണുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ ഭക്ഷണ പൊതുവിതരണത്തിലൂടെയും സ്ലമ്മിലെ ശുശ്രൂഷകളിലൂടെയും ഈ പ്രദേശത്തും ഈ സിറ്റിയിലും തലസ്ഥാന നഗരിയിൽ നമ്മൾ ആയിരുന്നതുകൊണ്ട് നമുക്കതിന് കൂടുതൽ സാധ്യതകളുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം കൂടുതൽ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു. അതനുസരിച്ച് നമ്മളതിനോട് പ്രതികരിച്ചപ്പോൾ കൂടുതൽ ആളുകൾ അതിനോട് ചേർന്നു. ഉദാഹരണത്തിന്
നമ്മൾ ഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് ഭക്ഷണം കൊടുത്തു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് പലർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് സാധനങ്ങളില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭക്ഷണ കിറ്റ് വിതരണം ആരംഭിച്ചു. അപ്പോൾ ഡൽഹി ഗവൺമെൻറ് നമ്മളോട് ചോദിച്ചു, കുറേ അന്ധരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാമോ? അപ്പോൾ അവരെ പോയി കണ്ട് അവർക്ക് വേണ്ടതെല്ലാം, അവർക്ക് മരുന്ന് വേണ്ടവരുണ്ട്, പാല് വേണ്ടവർ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പച്ചക്കറി, എല്ലാ സാധനങ്ങളും കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ നമ്മളോട് സഹകരിക്കാനും തുടങ്ങി. അവരുടെ മനസ്സ് നിറഞ്ഞ് ഹൃദയപൂർവ്വം അവർ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്നപ്പോൾ ഓരോ ദിവസവും നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം നമുക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലായും ദൈവത്തിൻ്റെ കൃപയിൽ വന്ന ഒരു ശുശ്രൂഷയുമായിട്ട് മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഈ കാര്യത്തിന് വേണ്ടി 10,000 രൂപ മാറ്റിവെക്കാൻ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലരോട് ചോദിച്ച് പറ്റുന്ന സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ കോടിക്കണക്കിന് രൂപയുടെ ശുശ്രൂഷ മൊത്തത്തിൽ ചെയ്യത്തക്കതുപോലെ ഈ പ്രദേശത്ത് ഇവിടെ മാത്രം 100 ടണ്ണിലധികം സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണ പൊതി വിതരണം ചെയ്തിട്ടുണ്ട്. അന്ധരുടെ കാര്യം കുറേ മാസങ്ങൾ നമ്മൾ നോക്കി. ഇതുപോലെ തന്നെ ഈ രൂപതയുടെ എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ സാന്നിധ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ടും വലിയ കരുണയായിട്ടും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഔദാര്യപൂർവമായ ആളുകളുടെ സഹകരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോവിഡ് കാലയളവിലാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അഭിമന്യ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തേക്കും അത് വ്യാപിക്കുന്നതിന് പിതാവ് എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല അവസരങ്ങളിലും പിതാവിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒന്ന് പങ്കുവെക്കാമോ? കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, സഭയുടെ ലക്ഷ്യം എന്ന് പറയുകയുണ്ടായി. നമ്മൾ ചെയ്യുന്ന പ്രചോദനയിലൂടെയും അല്ലാതെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള മാർഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അനേകർക്ക് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സഭാത്മക ദർശനത്തിൻ്റെ അഭാവമാണ്. 23 സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം എത്തിക്കുന്നതിന് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏതാനും 1000 വരുന്ന ഈ കൊച്ചു രൂപതയിലെ കൊച്ചു ഗ്രൂപ്പിനെയാണ്, ടൈനി മൈനോറിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഒരിക്കലും ഈ 23 സ്റ്റേറ്റ് കവർ ചെയ്യാൻ ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് നടക്കില്ല. ഇത് സഭയുടെ ഒരു പ്രവർത്തനമായിട്ട് കണ്ട് സഭാത്മകമായ ഒരു കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിന് നമുക്ക് ആവശ്യമുള്ളത് ആൾ വേണം, അർത്ഥം വേണം, എല്ലാം വേണം. ഉദാഹരണത്തിന് സുവിശേഷത്തിൻ്റെ ഈ ചൈതന്യം, സന്തോഷം എല്ലാവർക്കും കൊടുക്കണമെന്ന് ഉള്ളിൽ അഗ്നിയുള്ള കുറേ മിഷണറിമാരെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിന് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇത് നമുക്ക് സഭ ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് മലങ്കര സഭയായിട്ടും ആഗോള സഭയായിട്ടും നമുക്കതിന് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉദാഹരണത്തിന് ജാർഖണ്ഡിലും ബീഹാറിലും 2 സ്റ്റേറ്റിൽ ഒരു മിഷണറിയാണുള്ളത്. അല്ലെങ്കിൽ രാജസ്ഥാനും യുപിയും ഹിമാചൽ പ്രദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന 3-4 സ്റ്റേറ്റ് ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു മിഷണറിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇദ്ദേഹം വേണം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ. പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മിഷണറിമാരെ ആവശ്യമുണ്ട്. പിന്നെ ഇത്രയും വിശാലമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനാകാം, വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് ഒന്നിച്ചു കൂടുന്നതിനൊരു ഹോള് പണിയുന്നതിനാകാം, ചിലപ്പോൾ ഒന്നിച്ചൊരു പ്രാർത്ഥനയുടെ ഒരു ചാപ്പൽ ഉണ്ടാക്കുന്നതിനാകാം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ
സഭയുടെ പൊതുവായ റിസോഴ്സസ് ഇതിലേക്ക് നമുക്ക് പൂൾ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു പള്ളിയോ സ്ഥാപനമോ ഒരു കുടുംബമോ ഇതുപോലെയുള്ള നമ്മുടെ മിഷനുമായി ബന്ധമില്ലാത്തവരായിട്ട് മാറിയാൽ മാത്രമേ, ബന്ധമില്ലാത്തവരായി ഉണ്ടായിരിക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യം നമുക്ക് നടക്കുകയുള്ളൂ. ഏതൊരു കുടുംബത്തിനും, ഏതൊരു ഇടവകയ്ക്കും, ഏതൊരു സ്ഥാപനത്തിനും എപ്പോഴും അവരുടെ ഒരു വിഹിതം ഈ സുവിശേഷത്തിൻ്റെ ഈ ആനന്ദം എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ പള്ളിയിലെ നമ്മളുടെ പെരുന്നാളുകളാകാം, നമ്മളുടെ പൊതു ആഘോഷങ്ങളാകാം, നമ്മളുടെ ദശാംശമാകാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നമുക്ക് അത് ഒരു കുടുംബത്തിൻ്റെ പ്രത്യേക ഒരു പള്ളി പണിയുന്നവർ ഇവിടെ ഒരു ചാപ്പൽ പണിയുമെന്ന് ഉറപ്പാക്കണം. അതതിനൊരു മാൻഡേറ്റ് ആയിട്ട് കൊടുക്കണം. അതനുസരിച്ചുള്ള പള്ളി അവിടെ പണിതാൽ മതി. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ഏറ്റവും വലിയ തെളിവാണ് ഈ കോവിഡ് കാലത്തെ നമ്മുടെ ശുശ്രൂഷ. 10,000 രൂപ ഇല്ലാതെ നമ്മൾ തുടങ്ങിയ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജാതി മതസ്ഥരിൽപ്പെട്ട ആളുകളിൽ നിന്ന് സഹായം വന്നിട്ട് നമ്മൾ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാം സാധ്യമാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. കൊടുകാവ് രൂപത അതിന് ഒരു മുഖാന്തരമാകുന്നു. ഞാനും ഫിലിപ്പും നമ്മൾ ഉൾക്കൊള്ളുന്ന ടീമും എല്ലാം നമ്മളൊക്കെ അതിന് ചില മീഡിയേറ്റേഴ്സ് ആകുന്നു, അതിനൊരു മാധ്യമമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സഭയുടെ ശുശ്രൂഷ എല്ലായിടത്തേക്കും വ്യാപിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലായിടത്തേക്കും പ്രസരിക്കുവാനുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ചിട്ട് തങ്ങൾക്കുള്ളതും തങ്ങളുടെ സമയവും എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകളായി മാറാനായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലയളവിൽ ഈ പറഞ്ഞ ശുശ്രൂഷകളിൽ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു അനുഭവമുണ്ട്. ഒരു ദിവസം വൈകിട്ട് നമ്മുടെ രൂപതയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മുടെ കത്തീഡ്രൽ വന്നു കഴിഞ്ഞപ്പോൾ, ആ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി 11:30 സമയത്ത് നമ്മൾ പുറത്തിറങ്ങി പിതാവിൻ്റെ കൂടെ മെയിൻ ഗേറ്റിലോട്ട് എത്തിയപ്പോൾ ആ മെയിൻ ഗേറ്റിലൊരു 4 സ്ത്രീകൾ അവിടെ പിതാവിനെ കാത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, ഫുഡ് കിറ്റൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് അവർ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് അവിടെ നിന്ന് പറയുകയുണ്ടായി, നമ്മുടെ പ്രചോദനയിൽ സ്റ്റോക്കൊന്നുമില്ല എന്ന് പിതാവിനോട് പറഞ്ഞതിന് ശേഷം പിതാവ് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സെമിനാരി റെക്ടർ അച്ഛനെ വിളിക്കുകയും അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ 4 സ്ത്രീകൾ ഈ പാതിരാത്രിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് എവിടെ നിന്നെങ്കിലും നമ്മുടെ ബ്രദേഴ്സിനെ വിട്ടിട്ട് ഒരു 4 കിറ്റ് ഈ മെയിൻ ഗേറ്റിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ബ്രദേഴ്സ് ഈ 4 കിറ്റ് കൊണ്ടുവന്ന് ഈ സ്ത്രീകൾക്ക് കൊടുത്തു വിട്ടു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പിതാവ് അരമേനയിലേക്ക് പോയത്. അതിനെക്കുറിച്ച് പിതാവ് എന്ത് പറയുന്നു? നമ്മുടെ ഈ കോവിഡ് പശ്ചാത്തലം എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴും അത് തന്നെ. പ്രത്യേകിച്ച് ആ ലോക്ക്ഡൗണും അതിനുശേഷമുള്ള കാലയളവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാലയളവായിരുന്നു. അപ്പോൾ ആ 11:30 മണിക്ക് അവർ ആ 4 പേരവിടെ നിൽക്കുന്നു എന്ന് ഫിലിപ്പ് പറയുന്ന ആ സാഹചര്യം അതിൽ തന്നെ വ്യക്തമാണ്. അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, എന്തെങ്കിലും പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ നിൽക്കുക. അപ്പോൾ അവർക്ക് കൊടുക്കാതെ പോരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവസന്നിധി നിരക്കുന്നതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ പരിപാലനയിൽ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ ഒരു ബ്രേക്കില്ലാതെ എല്ലാ ദിവസവും നമുക്ക് ആളുകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവം തരിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ വന്ന് പ്രായോഗികമായി നമ്മുടെ കിറ്റ് തീർന്നു പോയതുകൊണ്ട് നമ്മളുടെ സ്റ്റോക്കിൽ നിന്നാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അത് നമ്മുടെ ഒരു ഭാഗമാണ്. ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം നമുക്ക് വാങ്ങിക്കാമല്ലോ, ആ രീതിയിൽ നമ്മളതെടുക്കും. ആ സമയത്തൊക്കെ അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അന്ധരായ ആളുകൾ ഇവിടെ വന്ന് മാറി നിന്ന അനുഭവം, അതുപോലെ തന്നെ വീൽ ചെയറിൽ ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ളവർ മാറി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭിത്തിയോട് ചേർന്നിരുന്ന് കരയുന്ന പ്രായമുള്ള സ്ത്രീകളെ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ആ സമയത്തുണ്ടായിട്ടുണ്ട്.
അവിടെയൊക്കെ നമുക്ക് അവരുടെ പക്ഷം ചേരാനും അവരോട് ചേർന്ന് നിൽക്കാനും സാധിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട്, എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുക. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പം പലപ്പോഴും എൻ്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ചുറ്റും 100 പേര് 200 പേര് കൂടുകയും പലപ്പോഴും എന്നെ ഇങ്ങനെ തോണ്ടുകയൊക്കെ ചെയ്യും. അപ്പം ഡിസ്റ്റൻസിങ് പാലിക്കണമെന്നും തൊടാൻ പാടില്ലെന്നൊക്കെ പറയുന്ന കാലയളവിൽ അതൊക്കെ ശരിയല്ല എന്ന് കരുതുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. കാരണം ഈ മനുഷ്യരുടെ കണ്ണിലെ ആ വേദനയും പ്രയാസവും അവരുടെ ആ പരിഭവവും ഒക്കെ അടുത്തറിയുന്നതിന് എനിക്ക് സാധിച്ചു. ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കി അവിടുത്തെ സ്നേഹം അവർക്ക് കൊടുത്തു. അവരേത് ജാതിയിൽപ്പെട്ടവരാണെന്നോ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നോ നോക്കിയിട്ടല്ല, അവർക്ക് കർത്താവിൻ്റെ സ്നേഹം കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് ഞാൻ കരുതുന്നു. അത് നമ്മളെപ്പോഴും ചെയ്യേണ്ടതാണ്. ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളതെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ആ വിധത്തിൽ നമ്മളതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ മനുഷ്യർക്കൊക്കെ അവരുടെ പ്രയാസഘട്ടത്തിൽ അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ടും ദൈവം നമുക്ക് തന്ന കൃപയായിട്ടും മാത്രമേ ഞാൻ കാണുന്നു. നമ്മളെ അതിന് ഉപകരണമാക്കി ദൈവം നമ്മളെ എടുത്തുപയോഗിച്ചു എന്ന് മാത്രമേ ഞാനതിനെ കാണുന്നു. വിവിധ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ ഗുഡ്ഗാവ് രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ അനേക ശുശ്രൂഷകളിൽ ഒന്ന് മാത്രമാണ്. ഈ ദൈവസ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി അനേകരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് പിതാവ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിന് സഹകാരികളായിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സംരംഭങ്ങളോ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് സഭയായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്താണ് പിതാവിൻ്റെ അഭിപ്രായം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ശുശ്രൂഷ നമ്മൾ ഈ ടൈനി മൈനോറിറ്റി ഗുഡ്ഗാവ് രൂപതയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മലങ്കര സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു, ആഗോള സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമുക്ക് ചെയ്യാവുന്നൊരു ശുശ്രൂഷയല്ല. 22 സംസ്ഥാനങ്ങളിൽ എല്ലാവരും കൂടെ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ശുശ്രൂഷയിൽ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലായാലും ഏത് തരത്തിലുള്ള കാര്യങ്ങളിലായാലും എല്ലാവരുടെയും സഹായവും സഹകരണവും ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ജാതി മതഭേദമന്യേ സഭയൊന്നും നോക്കാതെ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒന്നിച്ചു നിൽക്കുന്നതിന് സാധിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്ന ധാരാളം മറ്റ് സഭകളിൽപ്പെട്ടവരും മറ്റ് മതങ്ങളിൽപ്പെട്ടവരുമാണ്. നമ്മൾ സഹായിക്കുന്ന മറ്റ് മതങ്ങളിൽപ്പെട്ടവരും മറ്റ് സഭകളിൽപ്പെട്ടവരുമാണ്. പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിനെ ഞാൻ റെഗുലറായിട്ട് സഹായിക്കുന്ന അനുഭവമുണ്ട്. കാരണം കർത്താവിൻ്റെ സുവിശേഷം അതിൻ്റെ ആനന്ദം എല്ലായിടത്തും എത്തിക്കുന്നതിന് ആർക്കൊക്കെ സാധിക്കുമോ അവരെല്ലാവരും കൈകോർത്ത് പിടിച്ച് നിന്നാൽ മാത്രമേ ഈ യഥാർത്ഥത്തിലുള്ള അനുഭവം എല്ലാവർക്കും എത്തുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടെ റീത്തോ അവിടെ സഭയോ ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് അവരവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തണമെന്നല്ല, പക്ഷേ ഞാൻ മലങ്കരക്കാരനായി തന്നെ നിൽക്കുമ്പോഴും ഈ സുവിശേഷത്തിന് വേണ്ടി കൈ ഓർക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് സഭയുടെ പൊതുവായ ശ്രേണിയിൽ നിന്നും ആഗോള സഭയുടെ പൊതുവായ മലങ്കര സഭയുടെയും ആഗോള സഭയുടെയും വലിയ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ട വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നമ്മളുടേതായ ലോകത്തിൽ ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനം നമ്മൾ ഒതുങ്ങിക്കൂടുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്. ഉദാഹരണത്തിന് ഗുഡ്ഗാവ് രൂപതയിൽ ഇത്രയും വിശാലമായ മിഷൻ മുന്നേറ്റം നടത്തുമ്പോൾ അതിനനുസരിച്ച് സഹായിക്കണം സഹകരിക്കണം എന്ന് ചിന്തിക്കാൻ ചിലപ്പോഴെങ്കിലും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ആഗോള സഭയെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുക. ഞാനിത് കഴിഞ്ഞ ആദിലിമിന സന്ദർശന സമയത്ത് മാർപ്പാപ്പായോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്, യു ആർ റൈറ്റ് എന്നോട് പറഞ്ഞാണ് വിട്ടതും. അപ്പോൾ ഇത് നമ്മളൊന്നിച്ച് ചെയ്യണം. ആരാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചെയ്യണം. ആർക്കൊക്കെ അതിനകത്ത് പങ്കെടുക്കാം അവർക്ക് എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എക്സെപ്ഷൻ ഇല്ലാതെ നിർബന്ധമായിട്ട് പങ്കെടുത്തിരിക്കേണ്ടവരും മലങ്കര മക്കളാണ്, കത്തോലിക്കരാണ്. കാരണം നമ്മളുടെ സഭയുടെ ഈ ശുശ്രൂഷ, മലങ്കര സഭയുടെ ഈ ശുശ്രൂഷ
മലങ്കര കത്തോലിക്കാ സഭയുടെ ശുശ്രൂഷ മലങ്കര സഭയിലെ എല്ലാ പള്ളികളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ കുടുംബങ്ങളും ചേർന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ മലങ്കര കത്തോലിക്കാ സഭയുടെ ഈ ശുശ്രൂഷയെ ആഗോള സഭയിലെ എല്ലാ സഭകളും, ഭാരതത്തിലെ ലത്തീൻ സഭയും മലബാർ സഭയും ലോകത്തിലെ മറ്റ് റീത്തുകളും എല്ലാം ചേർന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലായിടത്തും സംലഭ്യമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ യാതൊരു എക്സെപ്ഷനും ഇല്ലാതെ പറ്റുന്നവരെല്ലാവരും ചേർന്നുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാനിതിനെ കാണുക. അങ്ങനെ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ഇനി നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതെല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ അതിലുണ്ട്. നമ്മുടെ ശുശ്രൂഷകരായിട്ട്, നമ്മുടെ സഹകാരികളായിട്ട് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശുശ്രൂഷ മുമ്പോട്ട് പോവുക. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയവും. പ്രചോദന എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് അവരോട് തന്നെ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ ഒരു മനസ്സായ ഒരു ഹൃദയമായി നമുക്ക് മുന്നേറുന്നതിന് പരിശ്രമിക്കാം. 23 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ ഈ മിഷൻ രൂപതയിൽ നമ്മുടെ ഇത്തരം ഈ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പങ്കുവെക്കലാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ എത്ര സംസ്ഥാനങ്ങളിലേക്ക് ഇതുവരെ വ്യാപിപ്പിക്കുവാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട്? ഇപ്പോൾ നമ്മളുടെ സാന്നിധ്യം 15 സംസ്ഥാനങ്ങളിലുണ്ട്. ബാക്കിയുള്ള 7 സംസ്ഥാനങ്ങളിൽ കൂടി നമുക്ക് എത്രയും വേഗം ഈ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് അതുപോലെ സുവിശേഷ തീഷ്ണതയുള്ള ഈ കർത്താവിൻ്റെ സ്നേഹം എല്ലാവർക്കും സംലഭ്യമാക്കണമെന്ന് ഉള്ളിൽ തീഷ്ണതയുള്ള കുറേ മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ട്. കുറേ മനുഷ്യരെ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ചിലർ വിചാരിക്കും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും തിരുമേനിമാരുടെയും ജോലി. അല്ലല്ല, ഇത് ഒന്നാമതായിട്ട് നമ്മുടെ അൽമായരുടെ ശുശ്രൂഷയാണ്. ഒരു പ്രദേശത്ത് പോയി ശുശ്രൂഷ ചെയ്യാനും കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാനും ഏറ്റവും ആദ്യം സാധിക്കുന്നത് നമ്മുടെ അൽമായ പ്രേക്ഷിതർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡീക്കൻസും സന്യാസികളും അച്ഛന്മാരും ഒക്കെ വരിക, മെത്രാനും ഒക്കെ വരിക. അപ്പം അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായ ഒരു മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള സഭയിൽ നിന്ന് ധാരാളം സുവിശേഷകർ ഈ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ ഈ സ്നേഹവും കരുതലും സുവിശേഷത്തിൻ്റെ ആനന്ദവും കൊടുക്കാനുള്ള തീഷ്ണതയിൽ വരേണ്ടതായിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം അധികം വ്യക്തമാക്കാതെ പറയാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഈ പ്രയാസം ഇങ്ങനെ നമുക്ക് മിഷണറിമാരില്ലല്ലോ, നമുക്ക് വേണ്ട പോലെ അച്ഛന്മാരും മിഷണറിമാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു തിരുമേനി എന്നോട് പറഞ്ഞത്, എൻ്റെ രൂപതയിൽ നിന്ന് ഇന്ന് 50 100 അച്ഛന്മാരെ മിഷന് വേണ്ടി മാറ്റിയാലും എൻ്റെ രൂപതയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ നമുക്കിഷ്ടം പോലെ ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നാട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട കാര്യമില്ല. ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലേക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ ആനന്ദം കൊടുക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് നമുക്ക് മനസ്സുണ്ടായാൽ മതി. അതിന് സുവിശേഷത്തിൻ്റെ അഗ്നി തന്ന് ഞങ്ങളുടെ സഭയെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ മുക്കിലേക്കും മൂലം ഭാരതത്തിൽ ഇതുവരെ കത്തോലിക്കാ സഭ കടന്നു ചെന്നിട്ടില്ലാത്ത ഡിസ്ട്രിക്റ്റുകളും താലൂക്കുകളും ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം ഫ്രാൻസ് മാർപ്പാപ്പ പറയുന്ന പോലെ എല്ലാവർക്കും എത്തിക്കുന്നതിനും ഫ്രത്തേലി തൂത്തി എല്ലാവരും എൻ്റെ സഹോദരരാണെന്നുള്ള ഭാവനയോടുകൂടി എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്നതിനും തീഷ്ണതയുള്ള കുറേ മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകാം, ചൂടും തണുപ്പൊക്കെ ഉണ്ടാകും, അതോടൊപ്പം തന്നെ മറ്റ് പ്രതിസന്ധികളുണ്ടാകും. റോഡില്ലാത്ത, വെള്ളമില്ലാത്ത, കറണ്ടില്ലാത്ത, ടോയ്ലറ്റില്ലാത്ത, സ്വന്തമായൊരു മുറിയില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും.
പക്ഷെ നമ്മളത് പോയില്ലെങ്കിൽ ഇനി ആരാണ് പോവുക? എന്നാണ് ഈ ജനങ്ങൾക്ക് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം ഇനിയും എത്തുക? അത് മനസ്സിൽ കണ്ടുകൊണ്ട് തീഷ്ണതയുള്ള ഒരു സുവിശേഷ സഭയായി, സുവിശേഷത്തിൻ്റെ തീഷ്ണതയുള്ള സഭയായി കേരള സഭ, ഭാരതസഭ മാറുന്നതിന് വേണ്ടി വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ ബാഹ്യമായ ചില പ്രവർത്തനങ്ങളെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. 2015 മെയ് മാസം 1-ാം തീയതി ആയിരുന്നല്ലോ കൊടുങ്ങാവ് രൂപതയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. ഈ ഉദ്ഘാടന ദിവസം തന്നെ നമ്മുടെ രൂപതയുടെ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നത് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ ഭൂകമ്പ ദുരിത ബാധിതർക്കായിട്ട് സഹായധനമായി 5 ലക്ഷം രൂപ നമ്മുടെ പൊതുജന പങ്കാളിത്തത്തിലൂടെ ശേഖരിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി, ദാനം നൽകിക്കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അധികം സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നിട്ടും ഇത്തരം നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ പിതാവിനെ പ്രേരിപ്പിച്ച ഘടകം ഒന്ന് പങ്കുവെക്കാമോ? നമുക്ക് എല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ധാരണ മിഥ്യാധാരണയാണ്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അതാത് സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ധർമ്മം. എനിക്കുള്ളത് ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സഹോദരങ്ങളുമായി, പ്രത്യേകിച്ച് എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്, അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക. നിങ്ങൾ അവൻ്റെ രാജ്യവും അവൻ്റെ മഹത്വവും അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടത് തരപ്പെടുമെന്നാണല്ലോ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് രൂപതയ്ക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും രൂപതയുടെ ഇനോഗ്രേഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ചേർന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ആത്മീയ ചൈതന്യവും അതിലൂടെ കിട്ടുന്ന ഒരു കൃപയുടെ ഒഴുക്കും ഉദ്ദേശിച്ചാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. നമ്മൾ അന്നേരം അർഹിക്കുന്ന, ആ സമയത്ത് അർഹിക്കുന്ന ഒരു ജനതയ്ക്ക് നമ്മുടെ ചെറിയ സഹായം ഒന്നുമല്ല എത്തിച്ചുകൊണ്ട്, നമുക്കത് വലിയ തുകയാണെങ്കിലും അത് അവിടുത്തെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, ചെറുതാണെങ്കിലും നമ്മളവിടെ എത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മളൊന്നിച്ച് ഈ ശുശ്രൂഷ തുടങ്ങാം എന്നുള്ള ഒരു മെസ്സേജ് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളപ്രകാരം ചെയ്തത്. അന്ന് മുതലും ഇന്നുവരെയുമുള്ള നമ്മളുടെ ശുശ്രൂഷയും അതിനു മുമ്പ് 2007 മുതലുള്ള നമ്മുടെ ശുശ്രൂഷകൾ മുഴുവൻ അങ്ങനെയാണ് നടക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഔദാര്യത്തോടു കൂടിയുള്ള ആളുകളുടെ സഹകരണത്തിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ഈ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുക. വലിയ തീഷ്ണതയുള്ള വലിയ ഒരു കൂട്ടം ആളുകൾ, നമ്മുടെ അൽമായർ നമ്മളുടെ കൂടെയുണ്ട്, നമ്മളുടെ സഭാമക്കൾ ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ വലിയ ശക്തി. ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും വലിയ ശക്തി എൻ്റെ ഇടം കൈയായിട്ട് വലം കൈയായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ, പിതാവൊന്നും അറിയണ്ട ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുന്ന ആളുകൾ, പിതാവ് പ്രയാസപ്പെടേണ്ട ഞങ്ങൾ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ഫിലിപ്പിനെ പോലെയുള്ളവർ, ജോൺസൺ ബെഞ്ചമിനെ പോലെയുള്ളവർ, കെ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഞങ്ങൾക്കുള്ളതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്, സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്ന കുറേ മനുഷ്യർ, അവരാണ് നമ്മുടെ സഭയുടെ വലിയ ശക്തി. ദൈവം ഞങ്ങൾക്ക് തന്നതൊക്കെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഇതാ ഞങ്ങൾ വയ്ക്കുന്നു എന്ന് പറയുന്ന, അല്ലെ പിതാവിൻ്റെയോട് ചേർന്ന് നിന്ന് ഞങ്ങളിതാ ശുശ്രൂഷയ്ക്കായിട്ട് വയ്ക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അവരാണ് നമ്മുടെ സഭയുടെ ശക്തി. ആ ഒരു ചൈതന്യം എല്ലാവരിലേക്കും ഉണ്ടായാൽ പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് ഞാനത് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്നത് ജോൺസൺ ബെഞ്ചമിൻ്റെ ആ ഒരു പ്രത്യേക പരാമർശത്തിലാണ്. ഞാൻ ഒരു ചെറിയ പെട്ടിയുമായിട്ട് ഡൽഹിയിലേക്ക് കടന്നു വന്നതാണ്, പിന്നീട് എനിക്കുണ്ടായിട്ടുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം മാറ്റിവെക്കുന്നു എന്ന് എടുത്തു പറഞ്ഞ ആ ഒരു സാഹചര്യം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു അങ്ങനെ ഒരു ചിന്ത എല്ലാവരെയും ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നൊന്നും ഇല്ലാത്തവനായിട്ടാണ്, എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലെ ഞാൻ ഡൽഹിയിലേക്ക് കടന്നു വന്നൊന്നും ഇല്ലാത്തവനായിട്ടാണ്, എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഈ ആവശ്യങ്ങളിൽ ഞാനിതാ
എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരാണ് നമ്മുടെ സഭയുടെ, ലോകത്തിൻ്റെ, ദൈവത്തിൻ്റെ വലിയ ധനം എന്ന് ഞാൻ കരുതുന്നു. അവർ ധനമായിട്ടുള്ള പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ദൈവം ബാക്കി നടത്തിക്കൊള്ളും. അപ്പോൾ കൃപയുടെ ഒരു ഒഴുക്ക് എല്ലായിടത്തേക്കും ഉണ്ടാകും. എല്ലാവരും കർത്താവിലേക്ക് സമർപ്പിക്കുന്നു, കർത്താവിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു, നമ്മിലൂടെ മറ്റ് മനുഷ്യരിലേക്ക് ഒഴുകുന്നു. എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഇതാണ് കോവിഡ് കാലത്തും നമ്മുടെ രൂപതയുടെ എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒന്നുമില്ലാത്ത, 1 രൂപയുടെ വരുമാനം പോലും ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു രൂപതയാണ് യഥാർത്ഥത്തിൽ നമ്മുടേത്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം. അതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് പിതാവ് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ പിതാവിന് പങ്കുവെക്കാമോ? ഒന്നും യാദൃച്ഛികമല്ല, ദൈവപരിപാലനയാണെന്നുള്ളത് ഞാൻ പറയുന്നതല്ല, പൊതുവായിട്ട് പറയുന്ന ഒരു തത്വം തന്നെയാണ്. ആത്മീയതയെ നമ്മളെപ്പോഴും പരാമർശിക്കുന്ന ഒരു തത്വമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ജീവിതാനുഭവമാണെന്ന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാനായിട്ട് സാധിക്കും. പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരുന്ന, കർത്താവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, അത് പ്രായോഗിക കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കുറേ വർഷം എന്തുകൊണ്ടാണ് നീ ഈ അനുഗ്രഹം തരാത്തത്? ന്യായമായിട്ടത് കിട്ടേണ്ടതാണ്. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഈ കാര്യം നടക്കാതിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് കംപ്ലൈൻറ്റ് പോലും പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, കർത്താവേ, അന്ന് ആ അനുഗ്രഹം തന്നിരുന്നെങ്കിൽ ഞാൻ കുത്തുവാളയെടുത്തേനെയും, നീ അത് ചെയ്യാതിരുന്നത് നന്നായി, നിൻ്റെ കൃപയാണ് വലുതെന്ന് പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ കോവിഡ് കാലം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. യാദൃശ്യമായിട്ടുണ്ടായ ഒരു സാഹചര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയായിരുന്നു ഇത് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ സാഹചര്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിപാലനയെ അനുഭവിക്കുന്നതിനും അറിയുന്നതിനും അനേകർക്ക് ദൈവത്തിൻ്റെ ഈ പരിപാലനയുടെ കരമായി മാറുന്നതിനും നമുക്കിടയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അച്ഛന്മാർ വണ്ടി പഞ്ചറായിട്ടൊരു കടയിൽ ചെന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛന്മാർ പോയിക്കോ, കഴിഞ്ഞ കാലത്തൊക്കെ ഞങ്ങൾ ജീവിച്ചത്, ഭക്ഷണം കഴിച്ചത് അവിടുത്തെ പള്ളിയിൽ നിന്നും ഒരു പിതാവിൻ്റെ, ബിഷപ്പിൻ്റെ സഹായം കൊണ്ടാണ്, അതുകൊണ്ട് അച്ഛന്മാർ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അനുഭവം വന്നു തുടങ്ങുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന നമ്മെ നയിക്കുന്നു. യാദൃച്ഛികമായിട്ടായിരിക്കാം കോവിഡ് വന്ന് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ദൈവപരിപാലനയാണ് നമ്മെ എന്തോ പഠിപ്പിക്കുന്നതിന്, നമ്മെ ഒരുക്കുന്നതിന്, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നതിന് ഇടയാക്കുന്ന സാഹചര്യമാണ് എന്ന് വരുമ്പോഴാണ് ഇത് പരിപാലനയാണെന്ന് നമ്മൾ പറയുക. അതെനിക്ക് വളരെ ഏത് സാഹചര്യങ്ങളിലും പറയാം, ഇപ്പോഴും അത് പറയാം. കാരണം ഈ കോവിഡ് കാലത്തെ പിന്തിരിഞ്ഞ് നോക്കുമ്പം ദൈവത്തിൻ്റെ കൃപ ഒഴുകിയ ഒരു കാലമായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ, ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ, ഒന്നിച്ച് ഇത് പാവപ്പെട്ട മനുഷ്യർക്ക് കൈകളിൽ എത്തിച്ചു കൊടുക്കാൻ, നേരിട്ട് കൊടുക്കാൻ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ ഭക്ഷണം തന്നെ കഴിക്കാൻ. ഞാനും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഇതേ പാക്കറ്റ് തന്നെ, ഈ പുറത്ത് ഈ പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുന്ന അതേ ഭക്ഷണമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അത് കൊടുക്കാൻ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മളുടെ വഴിയിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കൊടുക്കാൻ, അതെല്ലാം ദൈവത്തിൻ്റെ വലിയ പരിപാടി. നാളത്തേക്ക് എങ്ങനെയാണെന്ന് കരുതിയിരുന്ന സമയത്ത് പല ദിവസങ്ങളിൽ ദൈവം കൃപയിൽ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് വിട്ട് പിതാവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരണം, കുറച്ച് പൈസ തരാനാണെന്ന് പറഞ്ഞ ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കോവിഡ് കാലവും അപ്രകാരം തന്നെ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തെ നേരിടുന്നതിന് ശക്തിയും ബലവുമുള്ളവരായിരിക്കും നമ്മൾ. അതായിരിക്കണം നമ്മുടെ ആത്മീയത എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവരും പൊതുവെ വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ക്രിസ്മസ്, ഈസ്റ്റർ പോലെയുള്ള ആഘോഷവേളകളിലൊക്കെ സ്വന്തം ഭവനങ്ങളിലും അരമനകളിലുമൊക്കെ വലിയ സദ്യ ഒരുക്കി ആഘോഷിക്കുകയാണ് പതിവ്. പക്ഷേ അഭിമന്യ പിതാവ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ
അത് തെരുവിലെ പാവപ്പെട്ടവരോടൊപ്പമോ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളോടൊപ്പമോ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളോടൊപ്പമോ ഒക്കെ സമയം ചെലവഴിക്കാനും ഭക്ഷണം പങ്കുവെക്കാനും ഒക്കെ ചെയ്യുന്നതിലാണ് പിതാവ് സന്തോഷം കണ്ടെത്താറ്. അപ്പോൾ അതിനെക്കുറിച്ച് പിതാവ് ഒന്ന് പങ്കുവെക്കാമോ? കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ഈ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളത് കൊടുക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുക. അപ്പോൾ ആ ഒരു ചൈതന്യത്തിൽ നമ്മൾ കാര്യങ്ങളെ എല്ലാം കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചുറ്റും വരുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ വ്യക്തികളും ഏത് പ്രതിസന്ധികളും നമുക്ക് ഇടപെടാനും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുക്കിക്കൊടുക്കാനുമുള്ള ചാനൽസ് മാധ്യമങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ കാലയളവെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ആഘോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ലമ്മിലെ കുട്ടികളാകാം, നമ്മുടെ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായ കുട്ടികളാകാം, നമ്മൾ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിലെ ആളുകളാകാം, നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാകാം, അവർ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായി നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, അവരോടൊപ്പം ആയിരിക്കുന്നത് നമ്മളുടെ ഒരു സന്തോഷമായി നമ്മൾ കരുതുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ മാത്രം വ്യക്തിപരമായ നമ്മുടെ അച്ഛന്മാരായാലും റക്ടറച്ചനായാലും പ്രൊക്രേറ്റച്ചനായാലും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളായാലും നിങ്ങൾ ഫിലിപ്പൊക്കെ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് മാനസരോവർ പാർക്കിൽ എത്താൻ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ഗേറ്റിൽ എത്താൻ, വഴിയിൽ ഭക്ഷണം കൊടുക്കുന്നിടത്ത് എത്താൻ, അവിടെ ഒരു ക്രിസ്മസ് ഗാനം പാടാൻ നമ്മുടെ യുവജനങ്ങളായാലും അമ്മമാരായാലും എല്ലാവരും തയ്യാറാകുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെ ഈ ഒരു ചാനലായി മാറുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വലിയ കൃപ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷം ഇരട്ടിയാവും. നമ്മളൊരു വലിയ ഡിന്നറൊക്കെ ഉണ്ടാക്കി, തീർച്ചയായിട്ടും അതൊക്കെ ആവശ്യമുണ്ട്, നമ്മളത് ഉണ്ടാക്കാറുമുണ്ട്, അതില്ലെന്നും അല്ല പറയും. അത് ഉണ്ടാകുന്നതിൽ കൂടുതൽ സന്തോഷമാണ് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യരോടുകൂടി, ഈ വഴിയിൽ കിടക്കുന്നവരോടുകൂടി ക്രിസ്മസോ ഈസ്റ്ററോ ആഘോഷിക്കുമ്പോൾ, ആ സ്ലമ്മിലെ കുട്ടികളോടുകൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം വല്യപ്പച്ചൻ്റെ മട്ടിൽ ദേഹത്തും തലയിലും പെട്ടലിക്കും എല്ലാം 2-3 പിള്ളേർ വീതം കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമായിട്ട് ഇപ്പോൾ അവിടെ മാറിയിട്ടുണ്ട്. അവിടെ ചെന്നവിടെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം വന്നിങ്ങനെ ഓരോന്നും അടിയിലും ഒക്കെ കയറാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം ക്രമേണയായിട്ട് അവരിലേക്ക് നമ്മളിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അത് വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതനുസരിച്ച് അങ്ങനെ വരാനുള്ള സാധ്യതയുള്ളൂ, അങ്ങനെ വരാവൂ. അതാണ് അതിൻ്റെ യഥാർത്ഥ മാർഗം. നമ്മുടെ ഈ രൂപതയുടെ ശുശ്രൂഷകളിൽ നമ്മുടെ അൽമായ സഹോദരങ്ങൾക്ക് എങ്ങനെ പങ്കുചേരാം? പിതാവിന് സഭാമക്കളോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? നേരത്തെയുള്ള ഉത്തരങ്ങളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ശക്തി നമ്മുടെ ദൈവജനമാണ്. കൊടുകാവ് രൂപതയുടെ ശക്തി കൊടുകാവ് രൂപതയിലെ ദൈവജനമാണെന്ന് സന്തോഷത്തോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ കോവിഡ് കാലത്തെ ശുശ്രൂഷ തന്നെ എടുത്താൽ മതി. അച്ഛന്മാരെല്ലാം ഒരു മനസ്സായി ഒരു ഹൃദയമായി, സെമിനാരിക്കാർ, നമ്മുടെ അൽമായരി ചുറ്റുമുള്ളവർ വരാൻ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റില്ല, അടുത്തുള്ളവർ എല്ലാവരും ഓടിക്കൂടാനുള്ള ആ ഒരു മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരിക്കലും അതില്ലാതായി പോകരുതേ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അൽമായർ വളരെ പ്രബുദ്ധരാണ്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് നേതൃത്വം വഹിക്കാനായിട്ട് നിൽക്കുന്ന എല്ലാവരും, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ഫൈനാൻസ് കൗൺസിൽ അംഗങ്ങളായിക്കൊള്ളട്ടെ, അച്ഛന്മാരെല്ലാവരും സിസ്റ്റേഴ്സ് എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സമർപ്പണത്താൽ തന്നെ ഒരു മനസ്സായ ഒരു ഹൃദയമായി നമ്മുടെ ദൈവജനം മുഴുവനായിട്ട് നമ്മുടെ എം സി എ തന്നെ ഈ കോവിഡ് കാലത്ത് തന്നെ വലിയൊരു ശുശ്രൂഷ നടത്തി. അവർ പാവങ്ങൾക്ക്, കുട്ടികൾക്ക്, നിവൃത്തിയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ കൊടുത്തു, ടാബ് കൊടുത്തു, അതോടൊപ്പം തന്നെ മൊബൈൽ കൊടുത്തു. അങ്ങനെ വലിയൊരു ശുശ്രൂഷ. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജുകളിൽ പാവങ്ങൾക്ക് ആടിനെ വാങ്ങിച്ചു കൊടുത്തു, സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു, തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വലിയ ശുശ്രൂഷ നടത്തി. MCYM അംഗങ്ങൾ
അതുപോലെ തന്നെ ഇതേപോലെ തന്നെയുള്ള വലിയൊരു ശുശ്രൂഷ. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞ് 60 കുടുംബങ്ങളെ നമ്മൾ ദത്തെടുത്തു. നമുക്കൊരു പ്രോഗ്രാം ഉള്ളതാണ്, സെൻറ്റ് ചൈൽഡ് സ്കൂൾ പോലെ തന്നെ അക്കമ്പനി എ ഫാമിലി ഇൻ ദ മിഷൻ. അപ്പോൾ ഈ കുടുംബങ്ങളെ പ്രത്യേകിച്ച് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായിരിക്കും കുടുംബങ്ങളോട് ചേർന്ന് നടക്കാനുള്ള ഒരു പരിശ്രമം. അവരിപ്പോൾ 60 കുടുംബങ്ങളെ മിഷനുകളിൽ നിന്ന് ഏറ്റെടുത്തിട്ട് അവരുടെ കൂടെ നടന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള പരിശ്രമത്തിലാണവർ. അതുപോലെ തന്നെ നമ്മുടെ മാതൃസമാജം വലിയൊരു ശുശ്രൂഷയാണത്. അമ്മമാർ അവരുടേതായ വിധത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന കർമ്മ പദ്ധതികൾ ഒരുക്കുകയും പിതാവിൻ്റെ ശുശ്രൂഷകളിൽ എപ്പോഴും എന്തു പറഞ്ഞാലും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഫാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ അവരുടേതായ വിധത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ പൊതുകാര്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രൂപതയിലെ ആളുകളോടായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. നമുക്കിപ്പോഴുള്ള ഈ ആത്മീയ ചൈതന്യം, ആ ഒരു മനസ്സിൻ്റെ ഒരുമ, ആ ഹൃദയത്തിൻ്റെ ഒരുമ, അത് നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ബാബാ തിരുമേനിയോട് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബാബാ തിരുമേനി ഞങ്ങൾ ക്ലാസ്മേറ്റ്സിൽ ഒരു ബാച്ചുകാരാണെങ്കിൽ പോലും പിതാവ് സഭയുടെ തലവൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ആ ബഹുമാനം കൊടുക്കുന്നു. പിതാവിൻ്റെ അറിവില്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത് എൻ്റെ അച്ഛന്മാർ എന്നോട് ചേർന്ന് പിതാവിൻ്റെ അറിവില്ലാതെ ഞങ്ങളൊരു കാര്യവും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവക സമൂഹം അച്ഛന്മാരോട് ചേർന്ന് ഞങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ, ഒരു കുടുംബത്തിൽ അപ്പം പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ എല്ലായിടത്തും കൃപയുടെ ഒഴുക്ക് വരും. എല്ലാവരും ഒരു മനസ്സായ ഒരു ഹൃദയമായി ചേർന്ന് നിന്ന് കഴിയുമ്പോഴേക്കും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഒഴുകിയിട്ട് നമ്മളിൽ നിന്ന് അനേകരിലേക്ക് ഇത് സുവിശേഷത്തിൻ്റെ ആനന്ദമായിട്ട് കടന്നു ചെല്ലും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1 രൂപ വരുമാനമില്ലാത്ത, ഒരു കാര്യവും ചെയ്യാനൊരു നിവൃത്തിയില്ലാത്ത, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളോ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ഈ മനസ്സിൻ്റെ ഐക്യവും ദൈവകൃപയിലുള്ള ആശ്രയവുമാണ്. അപ്പം അത് തുടരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ. എൻ്റെ രൂപതയിലെ അൽമായരെക്കുറിച്ച് വലിയ മതിപ്പ് എനിക്കുണ്ട്. അവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. പിതാവ് മനസ്സിൽ കാണുന്ന കാര്യം അവർ മാനത്ത് കണ്ട് അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ഒരു വലിയ സമൂഹം എനിക്ക് ചുറ്റുമുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഫിലിപ്പേ, എനിക്കൊരു പ്രത്യേകിച്ചൊരു ഉപദേശവും ഇല്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ഏറ്റവും സന്തോഷത്തോടെ ദൈവാശ്രയത്തോടെ നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യാം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊള്ളും, നമ്മുടെ രൂപതയെ അനുഗ്രഹിക്കും. നമ്മുടെ ഈ രൂപതയുടെ ഈ മേഖലകളൊക്കെ വളർന്നു വന്ന് സഭയിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ വലിയ വളർച്ചയിലേക്ക് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവ് ഇത്രയും നേരം നമ്മോട് പങ്കുവച്ചതിൽ പറയാതെ പറഞ്ഞ് അതിൽ നിന്ന് പ്രതിധ്വനിച്ചത് ഇപ്രകാരമാണ്: നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള യേശുനാഥൻ്റെ തിരുവചനവും ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഈശ്വരചിന്തയുമാണ് പിതാവിനെ ഇപ്രകാരമുള്ള രൂപതയുടെ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പിതാവിനെ പ്രേരിപ്പിച്ച പ്രധാന പ്രേരക ഘടകം എന്ന് പറയുകയുണ്ടായി. 23 സംസ്ഥാനങ്ങളടങ്ങുന്ന ഗുഡ്ഗാവ് രൂപതയുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലേക്കും പിതാവ് ആഗ്രഹിക്കുന്ന പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ ദൈവസ്നേഹത്തിൻ്റെയും സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സുവിശേഷം പ്രസരിപ്പിക്കുന്നതിൻ്റെയും ഈ ശുശ്രൂഷ തുടർന്നു പോകുവാൻ അഭിനന്ദ പിതാവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതുവരെ മലങ്കര കാത്തലിക് TV പ്രേക്ഷകരുമായി തൻ്റെ സ്വപ്നങ്ങളും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവച്ച അഭിമന്യ ഡോക്ടർ ജേക്കബ് മാർ ബർണബാസ് പിതാവിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.